ഭൂമി തന്നെ ശബ്ദത്തിൽ നിന്ന് ദി ഒപ്റ്റിമം യൂണിറ്റ് ഓഫ് ദ സൗണ്ട് ഈസ് മേക്കിംഗ് ദ മാറ്റർ എന്നൊരു തിയറി ഉണ്ട്, അറിയാമോ? ദി ഒപ്റ്റിമം യൂണിറ്റ് ഓഫ് ദ സൗണ്ട്, ആ സൗണ്ട് അങ്ങോട്ട് കുറച്ച് വഴി അത് മാറ്ററായിട്ട് മാറും. അങ്ങനെയാണ് ഈ ഭൂമിയൊക്കെ ഉണ്ടായത്, 17-14 ലോകമൊക്കെ. ഹ്രീം ക്ലീം ഗ്ലൗം ഗം മഹാഗണപതയെ വരവരത സർവജനമ്മേ വശമാനയ സ്വാഹ. ഓം ശ്രീ മഹാഗണപതയെ ഓം ഗം ഗണപതയെ നമ. പറയേണ്ട വിഷയം ആദ്യം തിരുമേനി ഇന്ത്യ വിട്ടു പോയിട്ട് ക്ലാസ്സൊക്കെ എടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്നൊന്ന് പറയണം. രണ്ടാമത് മൂകാംബികയിൽ പോയി ആ ഒരു അനുഭവം. മൂകാംബികയിൽ 12 കൊല്ലം ഇരുന്നു. യൂണിവേഴ്സിറ്റികളുടെ പേര് പറയുകയാണെങ്കിൽ മോൺട്രിയോ, ടൊറാണ്ടോ, ഒട്ടാവ, ക്യുബാക്ക്, വാൽമോറിൻ, വാങ്കോവർ, വുഡ്ബോൺ, ന്യൂജേഴ്സി, ന്യൂയോർക്ക്, പെൻസിൽവേനിയ, പിറ്റ്സ്ബർഗ്, ഷിക്കാഗോ, വാഷിങ്ടൺ, സാൻ ഫ്രാൻസിസ്കോ, ലോസ് ആഞ്ചലീസ്, കാലിഫോർണിയ, ഫ്ലോറിഡ, ഇൻഡാന, ടെക്സാസ്. 19 യൂണിവേഴ്സിറ്റിയിലും എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പോയി ഡെലിവറി ലെക്ചർ. ഓം യസ്യാം സമുദ്രവുദസിന്ധുരാപോ യസ്യാമന്നം കൃഷ്ടയഃ സംഭഭൂവുഃ യസ്യാമിദം ജിന്വതി പ്രാണതേജത് സാനോ ഭൂമി പൂർവപേയേ ദധാതു. മൂകാംബി എത്തിയതെന്ന് പറയാമോ? മൂകാംബിയിൽ പോയി അനുഭവം. ഇങ്ങനെ പഴയ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ്, ഒരു 10-60-70 കൊല്ലങ്ങൾക്ക് മുമ്പ്, എനിക്കിപ്പോൾ 93 വയസ്സായി ഇപ്പോൾ. അപ്പം എൻ്റെ വളരെ ചെറുപ്പകാലത്താണ്, ഒരു 10-60 കൊല്ലം ഏതായാലും ആയി. കൃത്യം പറയാൻ ആവില്ല. ഇത് അന്ന് ഇവിടുന്ന് വണ്ടിയൊന്നുമില്ല, അന്നേ അത് ട്രെയിനും ഒന്നുമില്ല, നടക്കുക തന്നെ വേണം. കടത്തുണ്ട്, ഒരു 8-10 കടത്തുണ്ട്, അതിന് കാശ് കൊടുക്കാനുമില്ല. അപ്പം അവിടെ വന്നിരുന്ന് അത് കാശുള്ള ആളുകൾ കടത്തുന്ന കൂട്ടത്തിൽ വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ തെണ്ടി ആയിട്ട് പോയതാ. പിന്നെ അവിടെ ചെന്ന് മൂകാംബി ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വേദം, കൊടസാതിരി, ഇതൊക്കെ എന്നോളം പഠിച്ചവരാരുമില്ല, ഒരു ബ്രാഹ്മണർക്ക് വേണ്ടത്. അപ്പം പിന്നെ എനിക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടില്ലാതെയായി. പിന്നെ ഞാൻ തന്നെ അവിടുത്തെ ആ അമ്പലത്തിലെ പൂജയും ഞാൻ തന്നെ കഴിക്കുമായിരുന്നു. അങ്ങനെ 12 വർഷം ഞാൻ ഒരു വിത്തൗട്ട് എനി കണക്ഷൻ ഫ്രം ദി ഔട്ടർ വേൾഡ്. ഐ വാസ് 12 ഇയേഴ്സ്. അന്ന് വളരെ ചെറുപ്പമാണ്. ഉണ്ട്. നേരിട്ട് ദേവി സംസാരിച്ച്, ദേവിയാണ് അവിടുത്തെ മൂലമന്ത്രം എനിക്ക് ഉപദേശിച്ച് തന്നത്. അത് എനിക്ക് ശങ്കരാചാര്യ കഴിഞ്ഞതിന് ശേഷം എനിക്ക് മാത്രമേ ദേവി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. ഇല്ല, അതെ അതെ അതെ, അങ്ങനെയാ. അത് ഋഷിഛന്ദസ് ഇല്ല അതിന്. മനസ്സപൂജ ചൊല്ലി അന്തരീക്ഷത്തിൽ നിന്ന് കേട്ടത്, ഋഷിഛന്ദസ് ഇല്ലാത്തതാണ് ആ മന്ത്രം. സായിബാബ ഉവ്വ. എനിക്ക് പിന്നെ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയൊരു കുടുംബമാണ്. പഞ്ചപാണ്ഡവന്മാർ താമസിച്ചിരുന്ന ഇല്ലം അത്. ആ പരമ്പരയാണ് ഞങ്ങളെ. പിന്നെ ഞങ്ങൾക്ക് ഈ വേദം എൻ്റെ ഇല്ലത്ത് അറിയാവുന്നുള്ള പോലെ വേറെ ആർക്കും വേദ കുടുംബം എന്നാ പറയുക. അത് എനിക്ക് ഇപ്പം എൻ്റെ കാലം കഴിഞ്ഞ് താഴെ എൻ്റെ
ഒരു മക്കളിൽ ഒരാൾക്ക് നല്ലോണം അറിയാം. പിന്നെ താഴോട്ട് വേറെ അറിയുന്നവരൊന്നുമില്ല. എനിക്ക് ബൈഹാർട്ടാണ് ഏറ്റവും ഇഷ്ടമോ. പിന്നെ ഉടമസ്ഥാവകാശം ഊരായ്മ വെറും ഊരായ്മയൊന്നുമില്ല. ഞങ്ങളുടെ വക അമ്പലം ശരീരം അമ്പലത്തിൻ്റെ സബ്ബായിട്ടുള്ളതാണ്. ശരീരം അമ്പലം അതിൻ്റെ പാർട്ടാണ് ഈ ചോറ്റാനിക്കര അമ്പലം. ഭണ്ഡാരത്തിൻ്റെ താക്കോൽ ഇപ്പോഴും ഇല്ലത്തായിരിക്കുന്ന ഭണ്ഡാരം തുറക്കാൻ ഞങ്ങൾ പോകണം ചോറ്റാനിക്കര. എന്താണ് ക്ഷേത്രം എന്നുള്ളത്? ക്ഷേത്രം എന്നുള്ള പദം അനലൈസ് തന്നെ ചെയ്താൽ കിട്ടും. ക്ഷതാൽ ത്രായതേ ഇതി ക്ഷേത്രഃ ഇത്യേവ ക്ഷേത്രശബ്ദാർത്ഥേന സൂച്യത്തെ. മനസ്സിലായോ? ക്ഷതത്തിൽ നിന്ന് ത്രാണനം സിദ്ധിപ്പിക്കുന്ന സ്ഥാപനമാണ് ക്ഷേത്രം. ക്ഷതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേത്ത മുറിവല്ല, ജീവനിൽ അറിഞ്ഞും അറിയാതെയും അടങ്ങിയിരിക്കുന്ന പൂർവാർജിതങ്ങളും വിഹാർജിതങ്ങളുമായിരിക്കുന്ന ആ പാപസ്വരൂപങ്ങളൊക്കെ ഉണ്ടല്ലോ. അറിഞ്ഞുകൊണ്ട് അറിവില്ലായ്മ കൊണ്ട് എല്ലാം കൊണ്ടും വരാം. അങ്ങനെയുള്ളത് ജീവന് ക്ഷതമായിട്ട് വരും. ആ ക്ഷതത്തിൽ നിന്ന് ത്രാണനം സിദ്ധിപ്പിക്കുന്നത് ഈ ക്ഷേത്രം എന്നുള്ള അവിടെയുള്ള ആ ഈശ്വരശക്തിക്ക് നമ്മൾ മനസ്സ് അവിടെ സമർപ്പിച്ച് അപേക്ഷിക്കുക. അപേക്ഷയുള്ള ഒരു ജനത്തിനെല്ലാം ഉപേക്ഷ കൂടാതെ കൊടുക്കും ഈശൻ. അനക്കുരുന്നിൽ കനിയുള്ള കൃഷ്ണൻ നിനക്കു വേണ്ടേ സഖി എന്ന് കേൾപ്പൂന്ന് പ്രമാണമല്ലേ? അതുപോലെ അതാണ് ക്ഷേത്രങ്ങളുടെ ഒരു ഇത്. നമ്മളിൽ അടങ്ങിയിരിക്കുന്ന മറ്റേ സപ്തസാധുക്കളും ജീവാത്മാവിലും അറിഞ്ഞും അറിയാതെ കണ്ടും പൂർവാർജിതങ്ങളും വിഹാർജിതങ്ങളുമായിരിക്കുന്ന സകല പാപസ്വരൂപങ്ങളെയും എന്താണ് അവിടെ സമർപ്പിച്ചു. അറിഞ്ഞുകൂടാ സമർപ്പിച്ച് ആ അനുഗ്രഹം വേണം എന്നുള്ളത് അപേക്ഷിക്കുമ്പോൾ ഈ അപേക്ഷയുള്ള ഒരു ജനത്തിനെല്ലാം ഉപേക്ഷ കൂടാതെ കൊടുക്കും ഈശൻ എന്നുള്ള ആ പ്രമാണത്തിലേക്ക് വരുന്നത്. അതിനാണ് മാനസപൂജ ചെയ്ത് ജലം കൽപ്പയാമി പൃഥിവ്യാത്മനാ ഗന്ധം കൽപ്പയാമി ആകാശാത്മാ പുഷ്പം കൽപ്പയാമി വായുവാത്മാ ധൂപം കൽപ്പയാമി അഗ്നിയാത്മാ ദീപം കൽപ്പയാമി അമൃതാത്മാ നൈവേദ്യം കൽപ്പയാമി. അമൃതേ അമൃതോത്ഭവ അമൃതേശ്വരി അമൃതപരിഷിന് അമൃതം ശ്രാവയ സ്വാഹ. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. സർവബാധാപ്രശമനം ത്രൈലോക്യസ്യ അഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യമസ്മൻ വൈരിവിനാശനം അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ മഹേശ്വര രക്ഷ മഹേശ്വരി. ഓം ക ഏ ഈള ഹ്രീം ഹസകഹള ഹ്രീം സകള ഹ്രീം ശ്രീം മഹാദേവിയൈ നമഃ. ഓം ഐം ഗൗരി ഐം പരമേശ്വരി ഐം സ്വാഹ. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭൗം ഭം ഭദ്രകാള്യൈ നമഃ. ഹ്രീം ദുർഗായൈ നമഃ. ഓം സം സരസ്വത്यै നമഃ. ഓം ശ്രീ മൂകാംബികാ പരാദേവ്യൈ നമഃ. ഓം ശ്രീ മൂകാംബ പൂർണ്ണകൃപാപ്രാപ്തിരസ്തു. കറക്റ്റായിട്ട് പറഞ്ഞു. അവരോട് നേരിട്ട് തന്നെ പറഞ്ഞു. നേരിട്ട് തന്നെ അതെ. ഇങ്ങനെ എന്ന മാതിരിയാണ്, ഇന്ന കാലമാണ്, ഇത്ര വയസ്സിൽ എന്നൊക്കെ പറഞ്ഞു. അതെ. അത് പരിഹാരത്തിൽ പരിഹാരം ചെയ്യാനൊരു ഇത് പറഞ്ഞു ജീവ ഹോമത്തിൽ. അതിൻ്റെ ഇടയിൽ വെച്ച് മുടങ്ങി. അത് പിന്നെ ദൈവത്തിൻ്റെ ഒരു കളിയാണതൊക്കെ. എപ്പോഴും an unseen power is working behind the screen for the benefit
അതുപോലെ നേരെ വിപരീതത്തിനും ഒക്കെ ആയിട്ടാണ് അത് മുന്നോട്ട് പോവുക. എന്താണോ വേണ്ടത് അത് നടത്തി തരും. അതാ ശരീരം, സപ്തധാതുക്കൾ, ജീവാത്മാവ്, ഇഹജന്മാർജിതങ്ങളും പൂർവജന്മാർജിതങ്ങളുമായിരിക്കുന്ന പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കാതെ പറ്റില്ല. അതാണ് നമ്മൾ അതിനുവേണ്ടി ആ ജനനം തന്നെ എടുക്കുന്നത്. ഈ മഹാമായേ ഈ മനുഷ്യജന്മമാറ്റ് ഭൂമിയിൽ പിറക്കുന്നതും നമ്മുടെ ജന്മാന്തരങ്ങളിലുള്ള, അതായത് മരണാനന്തര ജീവിതം, അതെ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതല്ല, ഈ ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ. പാപം ഉള്ള ജീവാത്മാവ് പിറക്കുമ്പോൾ വ്യാധികൾ അനുഭവിച്ച് വിഷമിക്കാനും, പുണ്യമായിട്ടുള്ള ആളുകൾ മരിച്ചു പോയിട്ട് ആവുമ്പോൾ അവർ പരോപകാരങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യാനും ഇതൊക്കെ അവർക്ക് ഈശ്വരൻ്റെ പ്രേരണ ഉള്ളിൽ ധാരാളം കിട്ടുകയും അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ആ പ്രവൃത്തിയുടെ പരിണിത ഫലമായിട്ട് മറ്റുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്രദമായി ഭവിക്കുകയും ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പോക്കെ. അതിൽ ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ. വ്യാധിയായിട്ട് ഒരു ഇതിൽ ഡോക്ടർമാർ നോക്കി ആൾക്ക് ഇതൊന്നും വരണ്ട, പക്ഷേ വ്യാധി അത് പൂർവ്വജന്മത്തെ പാപമാണ്. ശരി ശരി. അത് ജാതകത്തിൻ്റെ 9ാം ഭാവാധിപതി നിൽക്കുന്ന രാശി ഏതാണ്, അത് പൂർവ്വജന്മരാശിയായിട്ട് കണ്ടുപിടിച്ച് ഫലം പറയാൻ നമുക്കൊക്കെ പറ്റും. ജ്യോതിഷത്തിൽ അല്ലേ? ജ്യോതിഷത്തിൻ്റെ ഭാരതീയ ജ്യോതിഷ വിജ്ഞാന കോഴ്സ് ഇത്രയും കട്ടിയുണ്ട്. 2000 പേജാമറ്റോ ഉണ്ട്. ഞാൻ എഴുതി ബുക്കാത്. ജ്യോതിശാസ്ത്രവും മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധം എങ്ങനെയാണ് തിരുമേനി? മനുഷ്യൻ്റെ ജീവിതം ബന്ധമല്ല, മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്താണെന്ന് പ്രവചിക്കുന്ന ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം. ഇപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ ജനനം മുതൽ ഓരോ കാലങ്ങളിലെയും അനുഭവങ്ങളെ അത് എടുത്തു കാണിച്ച് പറഞ്ഞ് പ്രകീർത്തിച്ച് പബ്ലിഷ് ചെയ്യുന്ന ആണല്ലോ ആ ഗ്രന്ഥത്തിൻ്റെ ജോലി. അത് നല്ല വിവരമുള്ളവനാണെങ്കിൽ കൃത്യമായിട്ട് ഇത്രാമത്തെ വയസ്സിൽ ഇന്ന പോലെ വരും, ഇത്രയാമത്തെ വയസ്സിൽ ഇന്ന പോലെ വരും എന്ന് പറയാൻ കഴിയും. പക്ഷേ അഹങ്കാരം കൊണ്ട് പറ്റില്ല, ഈശ്വരാധീനവും കൂടി അതിന് വേണം. അതിനാണ് ഞങ്ങളൊക്കെ സാധാരണ ഈ സമാവർത്തനം കഴിഞ്ഞാൽ ഉപനയനം സമാവർത്തനം. അതെ, ഉപനയനം 12 കൊല്ലം മുണ്ടൊന്നും കൊടുക്കാൻ പാടില്ല, അന്ന് മുഴുവൻ പഠനം തന്നെയല്ലേ. 1008 സൂര്യ നമസ്കാരം ഇങ്ങനെയൊക്കെ ആയ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് അപ്പോൾ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രായോഗിക നിലയിലാക്കുകയും മറ്റുള്ളവർക്ക് വിതരണം ചെയ്ത് കൊടുക്കുകയും അവർക്കും കൂടെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ള കുലധർമ്മം. അതാണ് ഫലവിദ്യ പഠിച്ചാലും കുലവിദ്യ പഠിച്ചാൽ ഫലമില്ലെന്നറിഞ്ഞാലും ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക്. അത് ബ്രാഹ്മണർക്ക് പറഞ്ഞിരിക്കുന്നതായ അതേ രൂപത്തിലുള്ള ആ ബ്രാഹ്മണ്യം എന്നുള്ളത് കീപ്പ് ചെയ്യണമെന്ന് ചുരുക്കം. അപ്പോഴേ ബ്രാഹ്മണനാണ് എന്നുള്ളത് വസ്തുത, അതൊരു വസ്തുതയായിട്ട് അനുഭവത്തിൽ വരുള്ളൂ എന്നർത്ഥം. ഈ മരണാനന്തര ജീവിതത്തെ കുറിച്ചൊന്ന് പറയാമോ? ഇഹജന്മത്തിൽ നാം ചെയ്യുന്നതായിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലമനുസരിച്ചിട്ടാണ് മരണാനന്തരമായിട്ട് അവന് ചിലപ്പോൾ ജനിക്കുന്നത് സൽക്കർമ്മമാണ് ചെയ്തിട്ടുള്ളെങ്കിൽ നല്ല ദിക്കിൽ ആരോഗ്യത്തോടു കൂടി മനസ്സമാധാനത്തോടു കൂടി ജനിക്കും. അല്ലാത്തവൻ രോഗിയായിട്ട് ജനിക്കും. അതാ ചെയ്യുന്ന പ്രവൃത്തിയുടെ അനുസരിച്ചിട്ടാണ് ഇഹജന്മത്തിലെയും പരജന്മത്തിലെയും ഒക്കെ അനുഭവ സിദ്ധി ഉണ്ടാകുന്നത്. ഈ നമ്മുടെ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അനുഷ്ഠിക്കേണ്ട ഈ പിണ്ടം ബലി, അതിനെക്കുറിച്ചൊന്ന് പറയാം. എന്തിനാണ്? അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ നിൽക്കുന്നത്. ബ്രാഹ്മണർ ചെയ്യുന്ന പോലെ അല്ല മറ്റുള്ള ആളുകൾ ചെയ്യുന്നത്.
ക്രിസ്ത്യൻസ് ആകുമ്പോൾ അവർക്ക് വേറെ ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കും. അതെ അതെ. അപ്പോൾ ഏതായാലും പാരമ്പര്യം അനുസരിച്ച് ഏത് തലത്തിലാണോ നടന്നു വരുന്നത് അതിനെ നാം അനുകൂലിച്ചും കൊണ്ട് അനുസരിച്ചും കൊണ്ട് പ്രാവർത്തികമാക്കി മുന്നോട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അതെ അതെ. ധാരയതീതി ധർമ്മ. ധരിച്ചിരിക്കുന്നത്, വഹിച്ചിരിക്കുന്നത്, സഹിച്ചിരിക്കുന്നത് എന്താണോ അതിനെ പ്രാവർത്തികമാകുന്ന ആക്കി തീർക്കുന്നതിന് ധർമ്മസ്വരൂപേണ സൂച്യതേ. മനസ്സിലായില്ലേ? ഈ മരണാനന്തര കർമ്മമായിട്ട് മഹാവിഷ്ണുവിന് എന്താണ് പ്രാധാന്യം? എല്ലാം വിഷ്ണുപാദത്തിലാണ് ലയിക്കുന്നതെന്ന് പറയുന്ന കേൾക്കാം. ദേവന്മാരിൽ വെച്ചിട്ട് ഏറ്റവും മേലെ വിഷ്ണുവാണ്. അതിനുശേഷം അതിനെ തുടർന്ന് ദേവന്മാരുള്ളൂ. മഹാവിഷ്ണു ആണ്. ദേവാധിദേവോ മഹാവിഷ്ണു എന്ന് സംഹിതയിൽ പറയുന്നുണ്ട്. ദേവന്മാരുടെ മുഴുവൻ ദേവാധിദേവ എന്നാ പറയണേ. ദേവന്മാരുടെ അതിദേവനായിട്ടിരിക്കുന്നതാണ് മഹാവിഷ്ണു. അവിടെ മുതലേ പിന്നെ ആ താഴോട്ട് ബാക്കിയുള്ള ഓരോന്നായിട്ട് തിരിയുള്ളൂ. വിഷ്ണു എന്ന പദത്തിന് എന്താണ് തിരുമേനി യഥാർത്ഥ അർത്ഥം? വിഷ്ണു എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ നമുക്ക് വാക്കിൽ നിന്ന് തന്നെ, അതായത് സകല ദിക്കിലും വ്യാപിച്ചിരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. വിഷ്വലായിട്ടെന്ന് പറയാറില്ലേ, കാണത്തക്ക രൂപത്തിൽ നിന്നൊക്കെ. അതുപോലെ ആ പദത്തിൽ നിന്നുണ്ടായതാ വിഷ്ണു. സകല ദിക്കിലും, ഒരു ദിക്കിലും ആ മറ്റേ കണ്ണുമല്ലാണ്ട് ഇതേ കണ്ടില്ല. അതാണ് വിഷ്ണു, മഹാവിഷ്ണുവിന്. മറ്റുള്ളവർക്കൊക്കെ ഓരോന്ന് പ്രധാനമായിട്ട് നിൽക്കും. വിഷ്ണു അങ്ങനെയല്ല. വിഷ്ണു ഗരുഡ പുരാണത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ട്? ഗരുഡ പുരാണം. ഗരുഡ പുരാണത്തിൽ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് ചുരുക്കി പറയുന്നു. എല്ലാ പുരാണങ്ങളെക്കുറിച്ചും എല്ലാം ചുരുക്കി പറയുന്നതേ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഗരുഡ പുരാണം വായിച്ചാൽ മഴയായല്ലോ. മഴ പെയ്യില്ലായിരിക്കും. ഇതിനുവേണ്ടി നരകസ്വർഗങ്ങളെ കുറിച്ചൊന്ന് പറയാവോ? നരകസ്വർഗങ്ങൾ, നരകം എന്താണ്? നരകം എന്ന് പറഞ്ഞാൽ അത് അനുഭവയോഗ്യമല്ലാത്തതായിരിക്കുന്ന സ്ഥലത്ത് നിവൃത്തിയില്ലാണ്ട് അവിടെ നമുക്ക് നമ്മുടെ പാപം ഹേതുവായിട്ട് അവിടെ പോകേണ്ടി വരും. അനുഭവയോഗ്യമല്ല. അതായത് നരകം എന്ന് വരുമ്പോൾ ഒരു കാര്യത്തിലും അത് ഗുണമല്ലാത്തതായിരിക്കുന്ന കാര്യങ്ങൾ മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു സ്ഥലത്തെയാണ് നരകം എന്ന് പറയുന്നത്. അപ്പോൾ ആ നരകത്തിലേക്ക് ജീവൻ പോകണമെങ്കിൽ ജീവൻ്റെ പാപം ഹേതുവായിട്ടാണ് അങ്ങോട്ടേക്ക് ഈ ജീവാത്മാവിന് ഗമിക്കേണ്ടി വരുന്നത്. അത് പ്രകൃതിയുടെ നിയമം അനുസരിച്ചിട്ടാണ് ആ ഗമനാഗമനങ്ങൾ വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നത്. അത് പുണ്യം മാത്രം ചെയ്ത് അങ്ങനെയുള്ള ജീവാത്മാക്കൾക്ക് അങ്ങനെയുള്ള ആ നരകമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ കണ്ട് സ്വർഗം എന്ന് വരുമ്പോൾ സ്ഥിരമാം വണ്ണം ഗമിച്ച നല്ലോണം വേണ്ടതുപോലെ കഴിഞ്ഞുകൂടാനും ജീവിക്കാനും ഒക്കെ ഉള്ളത് ആ ജീവാത്മാവിന് അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സ്ഥാനം ലഭിക്കുക അത് ഒരു സൗഖ്യമാണല്ലോ. നേരെ മറിച്ച് നരകം എന്ന് പറയുമ്പോൾ ഒരു കാലത്തും സഹിക്കാൻ നമുക്ക് പറ്റാത്തതായിരിക്കുന്ന അനുഭവസിദ്ധികൾ മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു സ്ഥാനത്തെയാണ് നരകസ്വരൂപേണ പറയപ്പെടുന്നത്. ആണ് ഈ സംസ്കൃത ഭാഷ നമ്മുടെ ജീവിതമായിട്ട് എത്ര ബന്ധമുണ്ടെന്ന് പറയാം? സംസ്കൃതം, അതിന്റെ ഗുണം, സംസ്കൃത ഭാഷയുടെ ഭാഷയിൽ വെച്ച് സംസ്കൃതത്തിലല്ലേ ഉള്ളൂ ശരിക്ക്. സംസ്കൃത ഭാഷ പോലെ ഒരു ഭാഷ ഇല്ലല്ലോ ലോകത്തില്. സംസ്കൃതത്തിൽ സംസാരിക്കുക എന്ന് വെച്ചാൽ തന്നെ അസാധ്യമാണ്.
വേണോ ഒരു പ്രസംഗം സംസ്കൃതത്തിൽ? ഒരു ചെറിയൊരു സ്പീച്ച് പറയാവോ സംസ്കൃതത്തിൽ? ഒരു മനുഷ്യൻ നേരെ ആവേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് വേണമെങ്കിൽ പറഞ്ഞു തരാം. കുറച്ചു നേരം പിടിക്കുന്നുണ്ട്, അത് കേട്ടോളൂ. നമ്മളൊക്കെ എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് പറയാണ്. ഉത്തരോത്തര പ്രകാശമാന ബുദ്ധിവ്യാപ്തി, അതിശയപ്രകാശഹേതുക വാഗ്വിഭൂതി, കർമ്മകാണ്ഡാർത്ഥ പരിജ്ഞാനം, തദർത്ഥാനുഷ്ഠാനാൽ തൽഫലഭൂത ധർമ്മപുരുഷാർത്ഥ ബ്രഹ്മവർച്ചസ സമൃദ്ധി നിർമ്മിതിഷ്ട അഭി അനിഷ്ട നിവാരണ ഭോഗ്യ ഭോഗപ്രാപ്തി അതിശയ കീർത്തിജാലരൂപാർത്ഥ കാമപുരുഷാർത്ഥ സമൃദ്ധി നിർമ്മിതിഷ്ട സ്വഭക്തേഭ്യ അനവരതം പ്രയച്ഛന്തി ഹൃൽപുണ്ടരീക സുഷിരാന്തർത്തഹരാകാശമധ്യഗത മഹാപ്രാകാശ അന്തർഗത അതിസൂക്ഷ്മ അതിപ്രകാശ വന്യശിഖാസ്ഥ നിരതിശയ സത്യാനന്ദ അനുഭവപ്രകാശ നാദ അതീത പരമാത്മികാശക്തിരനമായ ത്രിപുരസുന്ദരീ സ ഏവം അഹം ഇതി അനുസന്ധതാമി ഏവം നിരന്തരമനുസന്ധതോ മോക്ഷസാധന ആനന്ദലയ യോഗസിദ്ധ്യർഭവതി അഥവാ സകലകലാഭി ചതുഷ്ഷഷ്ടികലാഭിസഹിത കലാഭിരവയവയവാസഹിത സകലകലേത്യർത്ഥ. പിന്നെ മൂലമന്ത്രം ജപിക്കാൻ നമുക്ക് ഹ്രീം ഹസക ഹള ഹ്രീം സകള ഹ്രീം ശ്രീം മഹാദേവിയൈ നമഃ. ഓം ഐം ഗൗരി ഐം ഗൗരി ഐം പരമേശ്വരി ഐം സ്വാഹ. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭൗം ഭം ഭദ്രകാള്യൈ നമഃ. ഓം ഹ്രീം ദുർഗായൈ നമഃ. ഓം സം സരസ്വത്यै നമഃ. ഓം ശ്രീ മൂകാംബിക പരാദേവ്യൈ നമഃ. ഈശ്വരോ രക്ഷതു ദേവീ ഭാവയേ. ഇത് ഷോഡശാക്ഷരി മന്ത്രത്തിൻ്റെ ഫലശ്രുതിയാണല്ലേ? ഷോഡശാക്ഷരി മന്ത്രത്തിൻ്റെ ഫലശ്രുതിയാണ് ഞാനിത്ര നേരം പറഞ്ഞത്. മനസ്സിലായി. ഇത് സംസ്കൃതത്തിൽ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മന്ത്രങ്ങളിൽ വെച്ച് റാണിയാണല്ലേ ഷോഡശാക്ഷരി? അയ്യോ, പിന്നെ മന്ത്രറാണി, മന്ത്രരാജ, മന്ത്രറാണി, ആസുദർശനം മന്ത്രരാജാവ്, മറ്റേത് ഇത് ക്യൂൻ ഓഫ് ദ മന്ത്ര. അതെ. മറ്റേതാകുമ്പോൾ ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരംപുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്ര യന്ത്ര ഔഷധ അസ്ത്രശസ്ത്രാണി സംഹര സംഹര മൃത്യോർമോചയ മോചയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്ത്രേ ജ്വാലാപരീതായ സർവദിക്ഷോഭണകരായ ഹുംഭൽ ബ്രഹ്മണേ പരഞ്ജ്യോതിഷേ സ്വാഹ. മഹാസുദർശന മന്ത്രം. അതെ. തിരുമേനി മൃദംഗമൊക്കെ നല്ല അഭ്യസിച്ചിട്ടുള്ളത്? ഭരതനാട്യം ഉണ്ട്. തഞ്ചാവൂരായിരുന്നില്ലേ കുറേ കാലം, കുട്ടിക്കാലത്ത്. ഇപ്പം എനിക്ക് 92-93 വയസ്സടുത്തത്. ഞാൻ ആ ചെറുപ്പത്തിൻ്റെ കാലം ഒരു 30 വയസ്സ് പോലെ ആ കാലത്തൊക്കെ ഞാൻ തഞ്ചാവൂരൊക്കെ ആയിരുന്നു. അവിടെ വെച്ച് നല്ലോണം മൃദംഗം, നല്ലോണം ഭരതനാട്യം അറിയാം. ഭരതനാട്യത്തിലെ മുദ്രകളൊന്ന് കാണിക്കാമോ തിരുമേനി? അയ്യോ, അത് മുദ്രകളും മറ്റും കാണിച്ചാൽ അതുപോലും ആ പാട്ട് വരുമ്പോഴാണ് അതിൻ്റെ മുദ്ര വരുന്നത്. ഇപ്പോൾ യാരോ ഇവർ യാരോ എന്ന പേരോ അറിയേ ആരുലവും ഉലവും ഇതിലെ കന്നിമാടം തന്നെ. യാരോ ഇവർ യാരോ എന്ന പേരോ അറിയേ. അതെ അതെ അതെ. കാറുല കാറ് മേഘം. അതെ. അപ്പം അതിന് അപ്പം അതിന് വിളിക്കില്ല. കാറുലാവ് ഷീനുലാവ് ഇരുട്ട്
മിഥിലയിൽ കന്നിമാടൻ തന്നിൽ സീത ഈ രാവണനല്ലേ കടന്നുപോയി ഇപ്പോൾ സീത പറയുന്നതാ യാരോ ഇവർ യാരോ എന്ന പേരോ അറിയേൻ കാറുലാവും മിഥിലയിൽ കന്നിമാരിരിക്കുന്ന കന്നിമാടൻ തന്നിൽ യാരോ ഇവർ യാരോ എന്ന പേരോ അറിയേ. ചെമ്പൈക്കൊക്കെ തിരുമേനി മൃദംഗം വായിച്ചിട്ടുണ്ടല്ലേ? പിന്നെ ഞാൻ അധികം വായിച്ചിട്ടുള്ളൂ, എല്ലാവരെയും പഠിപ്പിക്കുന്നു. ഒരു തിരുവിൽപ്പാട് എന്ന് പറയും. പാലക്കാട്ട് നടന്നോ പഠിച്ചിട്ടുണ്ടെന്ന് പറയാം. ആ, പാലക്കാട് പോയിട്ട് മണിയുടെ അടുത്ത് കുറച്ച് പഠിച്ചു. പാലക്കാട് മണിയിൽ നാടകമൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? വീരപാണ്ഡ്യ കട്ട. ആ, അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ശിവാജി ഗണേശനോ? അതെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ. நீங்கள் தான் வீரபாண்டிய கட்டபொம்மரோ, ஏன் வெகு தூரம் வந்து விட்டு வீர்கள், நட்புறவு நாடியதாக அண்ணன், அதனால் நானே இங்கு வந்துள்ளேன். நட்பு வேண்டுமானால் அதற்கேற்ற நடத்தையிலேயே உம்மிடம் கற்றுக் கொடுக்கும் என தமிழினம். அது நீ கற்றுக் கொடுப்பது അറിയില്ല. അത് നാടകത്തിൽ നന്നായിട്ട് അഭിനയിക്കാൻ ഞാൻ. ഡയലോഗൊക്കെ തിരുമേനിയായിരുന്നു അല്ലേ? പിന്നെ നന്നായിട്ട് തമിഴിൽ പറയും, നന്നായിട്ട് ഇംഗ്ലീഷ്. എനിക്ക് 7 ഭാഷ അറിയാം. US പ്രസിഡന്റിന് ഒരു അപ്രീഷിയേറ്റ് കൊടുത്തില്ലേ ഇംഗ്ലീഷിൽ? അയ്യോ, പിന്നെ വലിയ പത്രവാർത്തയായ ഒരു സംഭവം ഉണ്ടല്ലോ എയറോഡ്രോമിൽ വെച്ച്. അതൊന്ന് പറയാമോ തിരുമേനിയാ? Mr. President, I am very sorry to let you know, only one thing I can tell you, I appreciate sentiments expressed in your feelings and I am grateful to you for the same, but I am really indebted to you for your pure affection towards me, and I take this opportunity to express my feelings of gratitude, congratulations, love also towards you, and you people also as the same. This is the thing. Due to some unavoidable circumstances, I am not in a position. Sometimes you are also may not in a position to take some more time to talk and to cooperate. So, let us make a move at all. Namaste. അമേരിക്കയിലൊക്കെ പോയി ബിൽ ക്ലിൻറ്റൺ ഇവരൊക്കെ എന്നോട് യു ടോക്ക് ഇൻ ഇംഗ്ലീഷ്, യുവർ ഇംഗ്ലീഷ് ഈസ് വെരി ഗുഡ് എന്ന് എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? തിരുമേനിക്ക് എത്ര ഭാഷ അറിയാം? എനിക്ക് ഇംഗ്ലീഷ് അറിയാം, മലയാളം, തമിഴ്, തെലുങ്ക്, കർണാടകം, ഗുജറാത്തി, മറാഠി. 7 ഭാഷ അറിയാം. 7 languages I can talk. ചെയ്യുമ്പോൾ ഈ ഭാഷയ്ക്ക് കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. ഓ, ഈ ഭാഷയുടെ ഉൽപ്പത്തി എങ്ങനെയാണ് സ്വാമി? ഭാഷയുടെ ഉൽപ്പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ശബ്ദങ്ങളല്ലേ ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കും അതിൽ വെച്ച് കുറച്ചും കൂടെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇതിന് മരം എന്ന് പേരിടു. അത് മരം എന്ന് പേരിട്ടു. ഇതിനെല്ലാം വേണ്ട, ഇതിന് എന്താ വേണ്ട ഒരു അങ്ങനെ ആ ബുദ്ധി അവനവൻ്റെ ബുദ്ധിയിൽ ഇൻഡ്യൂഷനായിട്ട് വന്നിട്ട് ഓരോരുത്തരും കൊടുത്ത പേരുകളായത്. ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മഹാദേവന്റെ കയ്യിലെ ഡമരുവിൽ നിന്നും ശബ്ദം ഉണ്ടായെന്ന് പറയുന്നുണ്ടല്ലോ. മഹാദേവന്റെ ശിവന്റെ കയ്യിലുള്ള ഡമരുവിൽ നിന്നും അത് ശബ്ദത്തിന് അങ്ങനെയില്ല. ശബ്ദം മഹാദേവൻ ഡമരു കയ്യിൽ വെക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ശബ്ദങ്ങളുണ്ടല്ലോ. പിന്നെ ആ ഡമരുവിൽ നിന്ന് ആ ശബ്ദത്തിന് ഒരു വ്യത്യസ്തത കൊടുക്കുക, ഒരു രൂപം കൊടുക്കലൊക്കെ അതുകൊണ്ടുണ്ടായിട്ടുള്ളൂ. ശബ്ദം നമ്മളാരും ഉണ്ടാക്കിയതല്ല. ഭൂമി ഉള്ളപ്പോൾ ഭൂമി തന്നെ ശബ്ദത്തിൽ നിന്ന് ദി ഒപ്റ്റിമം യൂണിറ്റ് ഓഫ് ദ സൗണ്ട് ഈസ് മേക്കിംഗ് ദ മാറ്റർ എന്നൊരു തിയറി ഉണ്ട്, അറിയാമോ? ദി ഒപ്റ്റിമം യൂണിറ്റ് ഓഫ് ദ സൗണ്ട്, ആ സൗണ്ട് അങ്ങോട്ട് കുറച്ച് വഴി അത് മാറ്ററായിട്ട് മാറും. അങ്ങനെയാണ് ഈ ഭൂമിയൊക്കെ ഉണ്ടായത്, 17-14 ലോകമൊക്കെ. ഹിമാലയത്തിൽ താമസിച്ചിട്ടുണ്ടല്ലേ? പോയിട്ടുണ്ട്? ഓ, വളരെ. അവിടെ വെച്ചാണല്ലോ ഈ സാലപഞ്ചികമാരുടെ ദർശനം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. എനിക്ക് ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. 7 പേരും. അത് ഈ മാനസ സരോവർ നദിയിലാണല്ലേ? സപ്തകന്യകമാരാണ് അവര്. മാനസ സരസിന്റെ അവിടെയാണ്. ഓ,
ഈ കൂട് വിട്ട് കൂട് മാറ്റം ഇത് ചെയ്തിട്ടുണ്ടല്ലേ? ധാരാളം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഭജനമിരുന്ന് ആ ഈശ്വരൻ്റെ ദേവിയുടെയോ ദേവൻ്റെയോ ആ അനുഗ്രഹം വാങ്ങി ആ അനുഗ്രഹം ശരീരത്തിൽ സപ്തധാതുക്കളിലും ജീവാത്മാവിലും അങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ പ്രചോദനം നമ്മളെ കൊണ്ട് ചെയ്യിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തിരുമേനി ഇത്രയും സമയം നമ്മളൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. നമുക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരു മൂകാംബിക സ്തവം ഒന്ന് ചൊല്ലാവോ? ഏതെങ്കിലും ഒരു സ്തുതി ഏതെങ്കിലും മതി. അതെ, സ്തവമായിട്ട് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ധ്യാനമായാലും മതി ദേവിയുടെ. നമുക്കിത് പൂർണ്ണമാക്കാനേ. അത് കേട്ടോളൂ, ഇതാ ഏറ്റവും നല്ലത്. ഭഗവതി പരദേവതേ പ്രസീദ ത്രിപുരഹരപ്രിയ വല്ലഭേ ഭവാനി അശരണമതിദീനമാനസം മാം സഹൃദമലോകയ ശീതളൈരപാംഗൈ. ഈശ്വരോ രക്ഷതു. ഓം ശ്രീ മൂകാംബ പൂർണ്ണകൃപാപ്രാപ്തിരസ്തു. നല്ല എസൻസാണ് ഞാൻ ചൊല്ലിയ ആ മന്ത്രം. ഈശ്വരോ രക്ഷതു. അതെ, എല്ലാവരും വന്നു. എനിക്കും വളരെയധികം സന്തോഷമായി.